യെസ് മക്കളെ, സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ തീർത്തു. രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹെഡിങ് എഴുതിയിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ആ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് എന്ന് മെയിൻ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ താഴെ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കൊടുത്തിട്ടാണ് നിങ്ങളുടെ നോട്ടിൽ നിങ്ങളൊരു സബ് ഹെഡിങ് എഴുതിയിട്ടുള്ളത്. ബേസ്ഡ് ഓൺ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് എഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ് വരും. ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സിനെ ഒരു ക്രൈറ്റീരിയ ആക്കിയിട്ട് നമുക്ക് സോളിഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചർച്ച എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹെഡിങ് എഴുതിക്കോളൂ. ബി എന്ന് ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് എഴുതിയിട്ട് ആദ്യം നിങ്ങൾ എഴുതുക ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. രണ്ട് മോളിക്യൂളിനിടക്കുള്ള ഫോഴ്സിനെ നോക്കിയിട്ട്, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെ നോക്കിയിട്ട് ആ ഫോഴ്സിൻ്റെ നേച്ചർ നോക്കിയിട്ട് നമുക്ക് സോളിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതി ബി എന്ന് എഴുതി ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്നതിനെ ഞാൻ IMF എന്നേ വിളിക്കുള്ളൂ. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സിനെ ഷോർട്ടാക്കിയിട്ട് IMF എന്ന് വിളിക്കും. IMF എന്ന് ഇനി ഞാൻ പറയുമ്പോഴെല്ലാം അത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ടേബിളിൽ ഞാൻ കുറേ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊന്ന് എഴുതി വെക്കൂ. താഴെ എഴുതൂ ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്നാണല്ലോ ഹെഡിങ് എഴുതിയത്. താഴെ 4 ടൈപ്സ്. സോളിഡിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 4 ടൈപ്സ്. സോളിഡിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 4 ടൈപ്സ് എന്ന് എഴുതിയാൽ മതി. 4 ടൈപ്സ് ഹൈഫൺ ഇട്ടിട്ട് ആ 4 ആളുകളുടെ പേര് താഴോട്ട് എഴുതി വെക്കൂ. ഒന്നാമത്തെ ആളാണ് 1 മോളിക്യുലാർ സോളിഡ്. 1 മോളിക്യുലാർ സോളിഡ്. എഴുതു മക്കളെ. 1 മോളിക്യുലാർ സോളിഡ്. അതിൻ്റെ താഴെ 2 അയോണിക് സോളിഡ്. 2 എന്താണ്? അയോണിക് സോളിഡ്. 1 മോളിക്യുലാർ സോളിഡ്, 2 അയോണിക് സോളിഡ്. എഴുതൂ. 2 അയോണിക് സോളിഡ്. 3 തേർഡ് വൺ ഈസ് മെറ്റാലിക് സോളിഡ്. തേർഡ് വൺ ഈസ് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക്. ആൻഡ് ദി ഫോർത്ത് വൺ, നാലാമത്തെ ആളുടെ പേരും കൂടി എഴുതി വെച്ചോളൂ. കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. 2 പേരുണ്ട്, രണ്ടും ഒരാളാണ്. കോവാലന്റ് ഓർ എഴുത് നെറ്റ്വർക്ക് സോളിഡ്. കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. ഓക്കെ, കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. അപ്പോൾ എഴുതിയല്ലോ. ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സിനെ നോക്കിയിട്ട് നമ്മൾ സോളിഡിനെ 4ആയി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് പറ? മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ് ആൻഡ് കോവാലന്റ് സോളിഡ്. ബ്രോഡായിട്ടുള്ള 4 ക്ലാസിഫിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അതിൻ്റെ താഴെ സ്റ്റാർ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കൂ. സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെക്കൂ. മോളിക്കുലാർ സോളിഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 3. എഴുതൂ. മോളിക്കുലാർ സോളിഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അതായത് നമ്മളിപ്പോൾ 4 ആളുകളെ പറഞ്ഞല്ലോ, അതിൽ ഒന്നാമത്തെ ആളാണ് മോളിക്കുലാർ സോളിഡ്. ആ ഒന്നാമത്തെ മോളിക്കുലാർ സോളിഡിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്ന് എഴുതി വെച്ച് സ്റ്റാർ ഇട്ടിട്ട്. മോളിക്കുലാർ സോളിഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 3. 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹൈഫൺ ഇട്ടിട്ട് ആരൊക്കെയാണെന്നുള്ളത് താഴോട്ട് എഴുതി വെച്ചോളൂ. ABC എന്നിട്ടിട്ട് എഴുതി വെക്കുക. എ ആരാണ്? എ നോൺ പോളാർ. നോൺ പോളാർ അല്ലാത്തവർ. ബി പോളാർ. ബി ആരാണ്? പോളാർ. ബി പോളാർ. ആൻഡ് സി എന്ന് എഴുതിയിട്ട് എഴുതൂ ഹൈഡ്രജൻ ബോണ്ടഡ്. സി ആരാണ്? ഹൈഡ്രജൻ ബോണ്ടഡ്. ഇങ്ങനെ മോളിക്കുലാർ സോളിഡിനെ ഫർദർ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഞാനിപ്പോൾ ബോർഡിൽ വരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് NCERTയിലുള്ള ടേബിളാണ്. നിങ്ങൾ ആദ്യം എൻ്റെ ക്ലാസ് കേൾക്കുകയും ഞാൻ തരുന്ന നോട്ട് പഠിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം NCERTയെ ഡിപ്പെൻഡ് ചെയ്യുക. അതിനുശേഷം മാത്രം NCERT വായിക്കുക. അപ്പോൾ അത് നന്നായി മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടേബിളിനെ കുറിച്ച് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ തരാം. അതായത് ഈ ടേബിളിൽ 7 കോളങ്ങളുണ്ട്. ആ 7 കോളങ്ങൾ ഏതൊക്കെയാണ്? 1 ടൈപ്പ്, നമ്മളിപ്പോൾ പറഞ്ഞ മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ്. 4 ആളുകളെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിലെ മോളിക്കുലാർ സോളിഡ് തന്നെ 3ആയി ക്ലാസിഫൈ ചെയ്യുമല്ലോ. ഏതൊക്കെയാണ്? നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടാണ്. ഇങ്ങനെയാണ് ഈ ടൈപ്പ് എന്ന കോളത്തിൽ നമ്മൾ വരുന്നത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചിട്ടാണ് ഈ സോളിഡിനെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ കല്ലും സിമെൻറ്റും ഒക്കെയാണ്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ ചോക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്യൂൾസ് ആണ്.
അങ്ങനെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ആ സോളിഡിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നുള്ളതിൽ വരാനുള്ളത്. വിട്ടേക്ക്. അടുത്തത് IMF. ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് IMF, ഇന്റർമോളിക്കുലർ ഫോഴ്സ്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ നേച്ചർ ആണ്, ഫിസിക്കൽ സ്റ്റേറ്റ് അല്ല. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളതാണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അതിൽ ലിക്വിഡും ഗ്യാസും ഒന്നും വരൂലല്ലോ. പിന്നെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന എല്ലാവരും സോളിഡുകളെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അതായത് ഇയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്. ഇത് തൊട്ട് നോക്കിയാൽ സോഫ്റ്റ് ആണോ, ഹാർഡാണോ, ഇത് മാലിയബിൾ ആണോ, ഇത് ഡക്റ്റൈൽ ആണോ, ഇത് ബ്രിട്ടിലാണോ, ഇങ്ങനത്തെ ചർച്ചകളാണ് ഏതിൽ വരുന്നത്? ഫിസിക്കൽ നേച്ചർ എന്നതിൽ വരിക. അടുത്തത് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടുമോ കടത്തിവിടില്ലേ എന്ന ചർച്ച. നെക്സ്റ്റ് വൺ ഈസ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അയാൾ ഉരുകും. ആ ഉരുകാൻ വേണ്ട ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ അത് കൂടുതലാണോ കുറവാണോ ഇങ്ങനത്തെ ചർച്ചകളാണ് മെൽറ്റിംഗ് പോയിന്റിൽ വരിക. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് എക്സാമ്പിൾസ്. NCERT തന്ന എക്സാമ്പിൾസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അതിലൊരു 2 എണ്ണം വീതമൊക്കെ നിങ്ങളങ്ങനെ പഠിച്ചിട്ട് പോവുക. ഒന്ന് മാത്രം ഉള്ളതുണ്ട്, അതൊന്ന് മാത്രം പഠിക്കുക. ഇനി നമുക്ക് ഈ ടേബിൾ എങ്ങനെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സൗകര്യം നോട്ട്ബുക്ക് ചെരിച്ച് വെച്ച് വരക്കലാണ്. അപ്പോഴാകുമ്പോൾ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ നോട്ട്ബുക്ക് നേരെ തന്നെ കോളം വരയ്ക്കുകയാണെങ്കിൽ ഈ 7 കോളം വരച്ച് അതിൻ്റെ ഡാറ്റ മുഴുവൻ ഫില്ല് ചെയ്യുമ്പോഴേക്കും അതാകെ കൺജസ്റ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോട്ട്ബുക്ക് ഒരു ഫ്രഷ് പേജിൽ നോട്ട്ബുക്ക് ചെരിച്ച് വെച്ചിട്ട് ഈ 7 കോളം മാത്രം നിങ്ങളൊന്ന് ആദ്യം വരച്ച് വെക്കുക. താഴോട്ടുള്ള ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ ടേബിൾ ഒന്നായിട്ട് വരച്ച് വെക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം ഈ ഹെഡിങ്സ് ഒന്ന് എഴുതി വെക്കുക. കോളം വരച്ചിട്ട് ഹെഡിങ്സ് എഴുതി വെക്കുക. വീഡിയോ പോസ് ചെയ്യുക. അതിനി ഞാൻ സ്പെഷ്യൽ സമയം തരുന്നില്ല. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ 7 ഹെഡിങ്ങുകൾ ഒന്ന് എഴുതി വെക്കുക. താഴോട്ടുള്ള ഡാറ്റ എൻ്റെ കൂടെ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആ ഹെഡിങ്സ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതി വെച്ചതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. മക്കളെ ശ്രദ്ധിച്ചോളൂ. ടൈപ്പിൽ 1ാമത്തെ ആളാണ് മോളിക്യുലാർ സോളിഡ് ആണല്ലോ നമ്മൾ പഠിച്ചതിൽ ആദ്യത്തെ ആൾ. മോളിക്യുലാർ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. അതും അതിൻ്റെ താഴെ എഴുതി വെക്കുക. ഇനി മോളിക്യുലാർ സോളിഡ് എന്നതിൽ ജനറൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ അതിൽ ഓരോരുത്തരെയാണ് പറയുന്നത്. ആരൊക്കെ? നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. ഈ 3 പേരെയും നമ്മൾ സ്പെഷ്യലായിട്ട് ചർച്ച ചെയ്യും. അതോടുകൂടെ മോളിക്യുലാർ മൊത്തത്തിൽ തീരുമല്ലോ. അപ്പോൾ മോളിക്യുലാറിന് ജനറലൈസ്ഡ് ചർച്ചകളല്ല. നോൺ പോളാറിനെ കുറിച്ച് പോളാറിനെ കുറിച്ചും ഹൈഡ്രജൻ ബോണ്ടഡിനെ കുറിച്ചുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. നോൺ പോളാർ ആവട്ടെ, പോളാർ ആവട്ടെ, ഹൈഡ്രജൻ ബോണ്ടഡ് ആവട്ടെ, ആ സോളിഡിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. ആരാണ് മക്കളെ? മോളിക്യൂൾസ് ആണ്. എഴുതിക്കോളൂ. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് 3 പേർക്കും കോമൺ ആണ്. എഴുതിക്കോളൂ, മോളിക്യൂൾസ്. മോളിക്യൂളുകളെ കൊണ്ടാണ് മോളിക്യുലാർ സോളിഡ് ഉണ്ടാക്കിയത്. അതിനിപ്പോൾ അയോണിക് ആണെങ്കിലും നോൺ പോളാർ ആണെങ്കിലും പോളാർ ആണെങ്കിലും ഹൈഡ്രജൻ ബോണ്ടഡ് ആണെങ്കിലും മോളിക്യൂൾസ് കൊണ്ടാണ് ഈ 3 പേരെയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യണം. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. അത് 3നും 3 ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണ്. നോൺ പോളാറിനും പോളാറിനും ഹൈഡ്രജൻ ബോണ്ടഡിനും ഡിഫറൻസ് ഉണ്ട്. നോൺ പോളാർ ആണെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് അറിയപ്പെടുന്നത് ലണ്ടൻ ഫോഴ്സ് എന്നാണ്. എഴുതൂ, ലണ്ടൻ ഫോഴ്സ്. അല്ലെങ്കിൽ അതിന് ഒരു പേരും കൂടി വിളിക്കൂട്ടോ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്പേർഷൻ ഫോഴ്സ്. എന്താ പേര്? ഡിസ്പേർഷൻ ഫോഴ്സ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതൂ, ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് എഴുതുക. ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഇവിടെ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ കേട്ടതാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സുകളുടെ പേരുകളൊക്കെ. എന്നാലും അത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായേക്കാം, പക്ഷെ ഓർക്കുന്നില്ല എന്ന ഒരു ധാരണയിൽ തന്നെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. പോളാർ ആണെങ്കിൽ ഞാനിവിടെ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ ഡീറ്റെയിൽ ആക്കിയിട്ട് എഴുതണം. ഡൈപോൾ ഇന്ററാക്ഷൻ. എന്താ വായിക്കുക? ഡൈപോൾ ഇന്ററാക്ഷൻ. എഴുതിക്കോ മക്കളെ. പോളാർ ആണെങ്കിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഡൈപോൾ ഇന്ററാക്ഷൻ. പോളാർ ആണെങ്കിൽ ഡൈപോൾ
ഡൈപോൾ ഇന്ററാക്ഷൻ. കഴിഞ്ഞല്ലോ. ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന പേരിലുണ്ട് കാര്യം. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണല്ലോ. ആ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കാണിക്കുന്നവരെയാണല്ലോ ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ കൂടുതൽ ചർച്ച ചെയ്യാനില്ല. ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡുകളിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട്. നെക്സ്റ്റ് ഫിസിക്കൽ നേച്ചർ ആണ് മക്കളെ. ഫിസിക്കൽ നേച്ചർ ഒന്ന് നോക്കിയേ. സോഫ്റ്റ് ഹാർഡ്. സോഫ്റ്റ് ഹാർഡ്. നോൺ പോളാറും സോഫ്റ്റ് ആണ്. പക്ഷേ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ്, ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള സോളിഡ്സ് ഹാർഡാണ്. ഹാർഡ്. അത് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കലാണ് കുറച്ചുകൂടെ എളുപ്പം. അതായത് അതായത് ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. H2O. നോക്കടാ, H2O. മക്കളെ, നിങ്ങളിൽ ചിലർക്കൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ H2O എന്നത് ലിക്വിഡ് ആണല്ലോ, വാട്ടർ അല്ലേ, പിന്നെന്തിനാണ് നമ്മൾ ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. മക്കളെ, H2O എന്നുള്ളത് നിങ്ങൾ കാണുന്നത് ലിക്വിഡ് ആണെന്നേ ഉള്ളൂ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, അത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഐസായി മാറും. ഐസായി മാറിക്കഴിഞ്ഞാലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് H2O തന്നെയാണല്ലോ. അപ്പോൾ വെള്ളം ലിക്വിഡായി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ്? സോളിഡായി നിൽക്കുന്ന ഐസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ലിക്വിഡിനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലാന്നേ, ഗ്യാസിനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലെന്ന്, സോളിഡിനെ കുറിച്ച് മാത്രം. അപ്പോൾ ഈ എഴുതിയേക്കുന്ന എല്ലാ എക്സാമ്പിളും അവരുടെ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വെള്ളം ഐസായി നിൽക്കുമ്പോൾ ഹാർഡാണല്ലോ, നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം ഐസാക്കാറുണ്ട്. ആ ഐസ് എന്ന് പറയുന്നത് ഹാർഡാണോ സോഫ്റ്റ് ആണോ? തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ഞെങ്ങിപ്പോകുന്ന സാധനം അല്ലല്ലോ ഐസ്. ഹാർഡാണ്, ഹാർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എക്സാമ്പിൾ വരാനുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്കറിയാവുന്ന അവസ്ഥ ഗ്യാസ് ആണ്. പക്ഷെ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളിഡാക്കി മാറ്റാൻ പറ്റും. ആ സോളിഡായ അവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ അതിനെ ഡ്രൈ ഐസ് എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് അർത്ഥം. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആര് മക്കളെ? ഡ്രൈ ഐസ്. പഠിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ ഗ്യാസ് ആയിട്ടും ലിക്വിഡായിട്ടൊക്കെ ഇവർക്ക് അവസ്ഥകളുണ്ട്. പക്ഷെ സോളിഡ് ആകുന്ന ഒരു കണ്ടീഷനിലുള്ള ചർച്ചയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ഒന്നും പേടിക്കാനില്ല. മോളിക്യുലാർ ആയിട്ടുള്ള മൂന്നാളുകൾ, നോൺ പോളാർ ആണെങ്കിലും പോളാർ ആണെങ്കിലും ഹൈഡ്രജൻ ബോണ്ടഡ് ആണെങ്കിലും ഇൻസുലേറ്റേഴ്സ് ആണ്. അവർ കറണ്ടിനെ കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കും പറയിക്കാം. അവരെല്ലാവരും ഇൻസുലേറ്റേഴ്സ് ആണ്. ആരും കറണ്ടിനെ കടത്തിവിടൂല. അപ്പൊ ഈ കാണുന്ന എക്സാമ്പിൾസ് നോക്കടാ. ആർഗൺ ഉണ്ട്, CCl4, H2, I2, CO2, HCl, SO2, H2O. ഇവരുടെ ഒക്കെ സോളിഡ് സ്റ്റേറ്റ് ഇവരാരും കറണ്ടിനെ പാസ് ചെയ്യൂല, ആരും കറണ്ടിനെ കടത്തി വിടൂല. ഇനിയിപ്പോൾ അത് ചെക്ക് ചെയ്യാനൊന്നും നിൽക്കരുത്. H2O എന്നുള്ളത് ഐസായി നിൽക്കുമ്പോഴുള്ള അവസ്ഥയാണല്ലോ. ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുക്കുകയും ആ ഐസിൻ്റെ ഒരറ്റത്ത് കറണ്ട് കൊടുക്കുകയും മറ്റേ അറ്റത്ത് തൊട്ട് നോക്കിയിട്ട് ഈ പറഞ്ഞത് മുഹസിൻ സാറ് പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്താൽ അത് നിങ്ങളുടെ അവസാനത്തെ പരീക്ഷണമായിരിക്കും. എന്താ കാര്യം? അല്ല സാറ് ഇപ്പോൾ ഇൻസുലേറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെങ്ങനെ പേടിപ്പിക്കാൻ? എടാ മോനെ, അതുകൊണ്ടല്ല. ഈ ഐസ് എന്നുള്ളത് നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുക്കുമല്ലോ. നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്നുള്ളത് നമ്മുടെ റൂം ടെമ്പറേച്ചർ, ഈ ഒരു കണ്ടീഷനിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഐസ് ഉരുകി വെള്ളമാകുന്ന ടെമ്പറേച്ചറാണ്. ശരിയല്ലേ? 0 ഡിഗ്രിക്ക് എബോവ് ടെമ്പറേച്ചറാണ്. അപ്പോൾ റൂമിൽ വെറുതെ മേശപ്പുറത്ത് നിങ്ങൾ ഐസ് കൊണ്ടുവന്ന് വെച്ചാൽ അത് മെൽട്ടായി പോകും. അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ മേശപ്പുറത്ത് വെക്കുന്നു, അപ്പോഴേക്കൊക്കെ ഐസിൻ്റെ സർഫസിൽ വെള്ളം വന്നിട്ടുണ്ടാവും. ആ ഐസ് ഇങ്ങനെ ഉരുകി വെള്ളമായി തുടങ്ങുന്നുണ്ടാവും. അപ്പം അതിൻ്റെ സർഫസിലൊക്കെ വെള്ളം ഉണ്ടാവും. നിങ്ങൾ കറണ്ട് കൊടുത്താൽ വെള്ളത്തിലൂടെ ആ കറണ്ട് പാസ് ചെയ്തിട്ട് ഷോക്ക് അടിക്കും. അപ്പം ഐസ് എന്നുള്ളത് മാത്രം എടുത്തു നോക്കിയാൽ അതെന്താണ്? കണ്ടക്ടർ അല്ല, ഇൻസുലേറ്റർ ആണ്. പക്ഷെ നിങ്ങളത് ചെക്ക് ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഐസിൻ്റെ സർഫസിൽ ഐസ് അല്ലാത്ത വെള്ളം ഉണ്ടാവും. ആ വെള്ളം കണ്ടക്ടറാണ്, ഷോക്ക് അടിക്കും. പിന്നെ ഇത് ചെക്ക് ചെയ്യാം എവിടെ? വല്ല ഇംഗ്ലണ്ടിലോ വല്ല കാനഡയിലോ -4ഉം -12ഉം ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറുള്ള കണ്ടീഷൻസിൽ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം.
അവിടെ റൂമിൽ നിങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചാലും അത് ഐസായിട്ട് തന്നെ കിടക്കും. കാര്യം എന്താ, അവിടെ 0 ഡിഗ്രിക്ക് താഴെയാണ് ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇൻസുലേറ്റേഴ്സാണ്. നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല, എല്ലാ ആളുകളുടെയും മെൽറ്റിംഗ് പോയിന്റ് ഞാൻ ഒരുമിച്ചാണ് എഴുതുന്നത്. എക്സാമ്പിൾസ് എഴുതി വെച്ചോ. ആരാണ്? നോൺ പോളാറിന് ഞാനിവിടെ 5 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എഴുതുമ്പോൾ 5 എഴുതുക, പഠിക്കുമ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് പഠിക്കുക. ആർഗൺ AR, CCl4 H2I2 CO2. CO2ൻ്റെ ബ്രാക്കറ്റിൽ എന്തെഴുതണം? ഡ്രൈ ഐസ് എന്ന് എഴുതണം. പോളാറായിട്ട് 2 ആളുകളെ പഠിപ്പിക്കുന്നു, HCl-ഉം SO2. ആരാണ്? HCl SO2. ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ട് ഒരാളെ പഠിപ്പിക്കുന്നു, H2O, ബ്രാക്കറ്റിൽ ഐസ് എന്ന് എഴുതി വെക്കുക. ഇതോടുകൂടെ മോളിക്യുലാറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചർച്ചകൾ തീരുന്നു. നെക്സ്റ്റ് വൺ അയോണിക് ആണ്. അയോണിക്. അപ്പോൾ അയോണിക് എന്നതിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്നുള്ള ഹെഡിങ്ങിൽ അയോൺസ്, സിമ്പിൾ ആണല്ലോ, അയോണുകളായതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ അയോണിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആറ്റം അല്ല, ഇവിടെ മോളിക്യൂൾ അല്ല, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള കാറ്റിയോൺ എന്നും ആനയോൺ എന്നും പേരുള്ള 2 ആളുകളാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ ഇവരെ അയോൺസ് എന്ന് വിളിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും അയോൺ ആണല്ലോ. അയോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളവനെ അർത്ഥമുള്ളൂ. അതിന് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ചാർജ് ഉള്ളവൻ അയോൺ. ഓക്കെ, അയോൺസ് ആണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആരാണെന്ന് അറിയോ? എഴുതിക്കോളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ് എന്നും വിളിക്കും. കൂളമിക് എന്ന് വിളിക്കുന്നവരുണ്ട്, കൂളംബിക് എന്ന് വായിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നിങ്ങൾ വായിക്കും. ഫിസിക്സിന്റെ അധ്യാപകൻ എങ്ങനെയാണോ വായിക്കുന്നത് അതായിരിക്കും സത്യം. കൂളമിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നോ കൂളമിക് ഫോഴ്സ് എന്നോ വിളിക്കാം. കൂളമിക് ഫോഴ്സ്. ഓക്കെ, ഈ 2 ടൈപ്പ്, ഈ 2 ഫോഴ്സുകളാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഫിസിക്കൽ നേച്ചർ ഇവർ തൊട്ട് നോക്കിയാൽ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. മക്കളെ എഴുതി വെച്ചോളൂ. ഇവർ ഹാർഡാണ്. ഇവരെന്താണ്? ഹാർഡാണ്. കഴിഞ്ഞിട്ടില്ല. ഇവരെക്കുറിച്ച് ഞാൻ ഒരു വാക്കുകൂടി പറയുന്നു. ഇത് ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നത്. ഈ ചോക്ക് ഇപ്പോൾ ഇതിനൊരു ബ്രിട്ടിലിന് എക്സാമ്പിളാണ്. അതായത് പൊട്ടിപ്പോവാണ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ചോക്ക് ഇത് ഹാർഡാണല്ലോ, തൊട്ട് നോക്കിയാൽ സോഫ്റ്റ് അല്ല. പൊട്ടിക്കാൻ എളുപ്പമാണോ അല്ലേ എന്നുള്ളതല്ല കേട്ടോ. തൊട്ട് നോക്കിയാൽ അമർന്നു പോകുന്നുണ്ടോ ഇല്ലേ? അമർന്നു പോകുന്നില്ല, ഹാർഡാണ്. ഞാനിതിനെ പിടിച്ച് വലിച്ചാൽ ഇത് പൊട്ടുകയാണ് ചെയ്യുന്നത്, നീണ്ടുപോവല്ലോ ചെയ്യുന്നത്. ആണോ? ഒരു നൂല് അല്ലെങ്കിൽ ഒരു റബ്ബർ വലിക്കുന്നത് പോലെ നീണ്ടുപോവല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്. അങ്ങനെ പൊട്ടിപ്പോകുന്ന ആളുകളെയാണ് ബ്രിട്ടിൽ എന്ന് വിളിക്കുക. ബ്രിട്ടിൽ. ഓക്കെ, ഹാർഡാണ് പക്ഷെ ബ്രിട്ടിലാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അത് ഭയങ്കര രസമാണ്. ഇയാളുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പഠിക്കാൻ ഭയങ്കര രസമാണ്. അയോണിക് ആയിട്ടുള്ള ആളുകൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണെന്ന് എഴുതി വെച്ചോ. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടോളൂ, അത് ഞാൻ പറയാം. ഇതാ നോക്കണേ, ഇതാരാടാ? ഇത് ഒരു അയോണിക് സോളിഡ് ആണെന്ന് വിചാരിക്ക്. ചോക്ക് അയോണിക് സോളിഡ് അല്ല, നിങ്ങൾ വെറുതെ വിചാരിക്ക്. ഇതാരാണ്? ഒരു അയോണിക് സോളിഡ് ആണെന്ന് വിചാരിക്ക്. ഇത് സോളിഡ് അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇൻസുലേറ്ററാണ്. ഇതിപ്പോൾ സോളിഡ് അവസ്ഥയാണല്ലോ, ഇതിപ്പോൾ ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കൊടുത്താൽ അത് പാസ് ചെയ്യൂല. പക്ഷേ ഇതിന് വേറൊരു അവസ്ഥയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ വെള്ളത്തിൽ കലക്കിയാൽ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഉരുക്കിയാൽ, 2 കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത് വെള്ളത്തിൽ കലക്കിയാൽ, അതിനെ അക്വസ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. എന്താണ് അക്വസ് സ്റ്റേറ്റ്? രണ്ടാമത്തത് ഉരുക്കിയാൽ, ചൂട് കൊടുത്തിട്ട് ഞാൻ ഉരുക്കി, അപ്പോൾ അതിനെ ഞാൻ മോൾട്ടൺ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. എന്താണ് മോൾട്ടൺ സ്റ്റേറ്റ്? ഈ അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും ഇവർ കണ്ടക്ടേഴ്സാണ്. അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും കണ്ടക്ടേഴ്സാണ്. അതിന് നല്ലൊരു എക്സാമ്പിളാണ് മക്കളെ NaCl, ഉപ്പ്. ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്. പഠിച്ചു വെച്ചോ. ഉപ്പ് മാത്രമല്ല, ZnS ആണെങ്കിലും CaF2 ആണെങ്കിലും ഏത് അയോണിക് സോളിഡ് ആണെങ്കിലും സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്, കറണ്ട് പാസ് ചെയ്യൂല. സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്, കറണ്ട് പാസ് ചെയ്യൂല.
എന്ന് കരുതിയിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഉപ്പ് എടുത്തിട്ട് കറണ്ട് പാസ് ചെയ്യോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ പോകരുത്. നേരത്തെ പറഞ്ഞതുപോലെ കാര്യം ഈ ഉപ്പിനുള്ളിലൊക്കെ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കിടാൻ കൊണ്ടുവരുന്ന ഉപ്പില്ലേ, അതിനുള്ളിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. ഞാൻ വെറുതെ ഒരു വിവരം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ആ ഇംപ്യൂരിറ്റീസ് എല്ലാം ഹൈലി ഡെലിക്യുസൻ്റ് ആണ്. ഡെലിക്യുസൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തെ വലിച്ചെടുക്കാൻ കഴിവുള്ളവരാണ്. അത് നിങ്ങൾക്കറിയാം. ഒരു പേപ്പറിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് നിങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെക്ക്. ഒരു പേപ്പറിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് ടേബിളിൻ്റെ പുറത്ത് വെക്ക്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പേപ്പറിൻ്റെ അടിഭാഗം നനഞ്ഞ് കാണാം. എന്താ കാര്യം? ആ ഉപ്പിനകത്തുള്ള ഇംപ്യൂരിറ്റീസ് അറ്റ്മോസ്ഫിയറിലെ വെള്ളത്തെ വലിച്ചെടുക്കാൻ കഴിവുള്ളവരാണ്. വെള്ളത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. വെള്ളം കണ്ടക്ടറാണ്. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യാൻ പോകരുത്, ഷോക്ക് അടിച്ച് മരിക്കും. അപ്പോൾ ഇത് വിവരമായിട്ട് പഠിച്ചു വെച്ചേക്കും. ഉപ്പ് എന്ന് പറയുന്നത് NaCl എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള NaCl കുറിച്ചാണ് ചർച്ച. നിങ്ങളുടെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ഉള്ള NaCl കുറിച്ചല്ല ചർച്ച. പ്യുവർ NaCl ഈസ് ഇൻസുലേറ്ററാണ്. ഏതവസ്ഥയിൽ? സോളിഡായി നിൽക്കുമ്പോൾ. ഇനി അതേ NaCl ഞാൻ വെള്ളത്തിൽ കലക്കുകയോ ഞാൻ ഉരുക്കുകയോ, ഉരുക്കുക എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുകയോ ചെയ്താൽ അവർ കണ്ടക്ടർ ആവും. നേരത്തെ ഇൻസുലേറ്റർ ആയിരുന്നു. സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്ററാണ്. മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റിൽ ഇവരെന്താണ്? കണ്ടക്ടറാണ്. ഇതാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊരു 2 വരിയിൽ എഴുതാനുണ്ടാകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ അതൊന്നും ഫില്ല് ചെയ്യാഞ്ഞത്. എഴുതിക്കോളൂ. എന്താണ്? ഇൻ സോളിഡ് സ്റ്റേറ്റ് ഹൈഫൺ ഇൻസുലേറ്റേഴ്സ്. ഇൻ സോളിഡ് സ്റ്റേറ്റ് എന്ന് എഴുതുക, ഹൈഫൺ ഇൻസുലേറ്റേഴ്സ്. സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്. ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻസുലേറ്റേഴ്സ്. ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻസുലേറ്റർ. താഴെ എഴുതൂ, അതിൻ്റെ തന്നെ പോയിന്റ് ആക്കിയിട്ട് എഴുതൂ. ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ് ഹൈഫൺ ഇട്ടിട്ട് കണ്ടക്ടേഴ്സ്. അവരെന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. കറണ്ടിനെ പാസ് ചെയ്യുന്നവരാണ്. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. NaCl ഉണ്ട്, ZnS ഉണ്ട്, CaF2 ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ മെറ്റാലിക്. സിമ്പിളാണ്. നെക്സ്റ്റ് വൺ മെറ്റാലിക്. മെറ്റാലിക് എന്ന് എഴുതിയിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആദ്യം ഒന്ന് എഴുതി വെക്കുക. അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ഒന്ന് എഴുതി വെക്കുക. അതൊരു വളരെ രസകരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു സംഭവമാണ്. അതായത് ഇവിടെ ആറ്റമാണെന്നോ മോളിക്യൂളാണെന്നോ അയോൺ ആണെന്നോ ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ മെറ്റാലിക് എന്ന് പറയുമ്പോൾ മെറ്റാലിക് എന്നതിൻ്റെ മെറ്റാലിക് സോളിഡിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിനെ ഇങ്ങനെയാണ് എഴുതുക. എഴുതിക്കോളൂ. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. എഴുതൂ, ഇവിടെ എഴുതൂ. ഒരു 2 വരിയിലാക്കിയിട്ട് എഴുതിക്കോളൂ. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഇൻ എ സീ ഓഫ്. ഇൻ എ സീ. സീ എന്ന് പറഞ്ഞാൽ എന്താ? കടലല്ലേ ഉള്ള. ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. ഞാൻ ഇവിടെ എഴുതി തരാം. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് മാത്രം എഴുതി തരാം. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഇൻ എ സീ ഓഫ്. ഇൻ എ സീ ഓഫ്. ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. മക്കളെ ഇവിടെ നോക്കിക്കേ. എന്താണ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അതൊന്നും ഇപ്പോൾ പഠിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. നിങ്ങൾ വെറുതെ കേട്ടിരിക്കുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നമുക്കൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. അപ്പോഴേക്കും ഈ സിലബസിലും ഇതിൻ്റെ അപ്പുറത്തും പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിനെ കുറിച്ച് അറിയാതെ തന്നെ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെറുതെ കേട്ടിരിക്കുക. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഒരു തലയിൽ നിന്ന് മറ്റേ തലയിലേക്കൊക്കെ അവർക്ക് ഇങ്ങനെ ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റിയ ആളുകളെയാണ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. അത് ഏത് ഓർബിറ്റിലുള്ളവരാണ്, ഏത് ടൈപ്പ് ഇലക്ട്രോൺസ് ആണെന്നുള്ളതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് കേട്ടിരിക്കുക. ഈ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കടലിനകത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ എങ്ങനെ വെച്ചാൽ ആ ഒരു ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് ആർക്കുള്ളത്? മെറ്റാലിക്കിനുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണമാണ് Fe, അയൺ. ഇരുമ്പുണ്ടല്ലോ, ഇരുമ്പ്. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ദണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ Fe എന്ന് പറയുന്ന Fe+ എന്ന പേരിലുള്ള ഒരുപാട് അയോൺസ് അതിനുള്ളുണ്ടാവും. Fe+, Fe+, Fe2+, Fe3+ ഒക്കെ ഉണ്ടാവും.
എന്നിട്ട് അതിൻ്റെ കൗണ്ടർ ഇലക്ട്രോൺസ് അതിൻ്റെ തന്നെ ഇലക്ട്രോണുകൾ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആ എഫിയുടെ സർഫസിലും ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു തലയിൽ നിന്ന് ഒരു തലയ്ക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താൽ വളരെ പെട്ടെന്ന് ആ ഇലക്ട്രിസിറ്റി അപ്പുറത്തേക്ക് എത്തുന്നത്. എന്താ കാര്യം? അവിടെ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം അങ്ങനെ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് മെറ്റാലിക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട, അത് അങ്ങോട്ട് പഠിച്ചു വെക്ക്. അത് നമുക്ക് പിന്നീട് പി ബ്ലോക്ക് എലമെന്റും ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എഴുതി വെക്കൂ. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. മതി. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എഴുതിക്കോളൂ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് മെറ്റാലിക് സോളിഡിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആരാണെന്നാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ആണ് മക്കളെ. മെറ്റാലിക് സോളിഡിന് ഉള്ളിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് മെറ്റാലിക് ഫോഴ്സ് അല്ലെങ്കിൽ മെറ്റാലിക് ബോണ്ട് എഴുതും. മെറ്റാലിക് ബോണ്ട് തന്നെയാണ് അവരുടെ പേര്. അതൊക്കെ സിമ്പിൾ ആണ്. ഇനി കോവാലന്റ് പഠിപ്പിക്കുമ്പോൾ ഞാൻ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. അതൊക്കെ പിന്നെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സിന്റെ അതേ പേരാണ് സോളിഡിന് ഇട്ടിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? മെറ്റാലിക് ബോണ്ട്. ഓക്കെ, മെറ്റാലിക് ബോണ്ട്. ഫിസിക്കൽ സ്റ്റേറ്റ് പറയാം, ഫിസിക്കൽ നേച്ചർ പറയാം. മെറ്റാലിക് ബോണ്ട് എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയല്ലോ. അതിന്റെ ഫിസിക്കൽ നേച്ചർ ഇങ്ങനെയാണ് പറയുന്നത്. ഇവര് ഹാർഡാണ്. നിങ്ങൾക്കറിയാം. ഞാൻ എക്സാമ്പിൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Fe അയൺ, Cu കോപ്പർ, Ag സിൽവർ, Mg മഗ്നീഷ്യം. ഇവരൊക്കെ ഹാർഡാണ് അല്ലെ? ഇരുമ്പിന്റെ ദണ്ട് നല്ല ഹാർഡായിട്ടുള്ള ഹാർഡാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് ഇവരെ കുറിച്ച് പറയാനുള്ളത് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ എന്നതാണ്. മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ പഠിച്ചു വെച്ചോ. മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. എന്താണ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ? വലിച്ചു നീട്ടാൻ പറ്റുന്നവരാണ്, അടിച്ചു പരത്താൻ പറ്റുന്നവരാണ്. ഈ ചോക്കിനെ എനിക്ക് അടിച്ചു പരത്താൻ പറ്റില്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുക. അത് ബ്രിട്ടിലാണ്. എന്നാൽ ഇരുമ്പിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അതിലടിച്ചു കഴിഞ്ഞാൽ അത് പരക്കുകയാണ് ചെയ്യുക. അതാണ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താൻ പറ്റുന്നത്, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നീണ്ടുപോകുന്നത്. ഓക്കെ, മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ചർച്ച ചെയ്യാനില്ല. എല്ലാവരും കണ്ടക്ടേഴ്സ് ആണ്. അതിന് സോളിഡ് സ്റ്റേറ്റ് ആണെന്നോ മോൾട്ടൺ സ്റ്റേറ്റ് ആണെന്നോ അക്വ സ്റ്റേറ്റ് ആണെന്നോ ഒന്നും പറയണ്ട. എല്ലാ കണ്ടീഷനിലും അവർ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, എല്ലാ കണ്ടീഷനിലും. അത് സോളിഡ് ആണെങ്കിലും അക്വസ് ആണെങ്കിലും മോൾട്ടൺ ആണെങ്കിലും അവർ കണ്ടക്ടേഴ്സ് ആണ്. എക്സാമ്പിൾ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ പറയാം. എക്സാമ്പിൾ എഴുതി വെച്ചോ. Fe, Cu, Ag, Mg. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് കോവാലന്റ് സോളിഡ്. കോവാലന്റിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നത് ആറ്റംസ് ആണ്. മോളിക്യൂൾസ് അല്ല, ആറ്റംസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എഴുതും ആറ്റംസ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. കോവാലന്റ് ബോണ്ട്. ഫിസിക്കൽ നേച്ചർ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കണേ, ഫിസിക്കൽ നേച്ചർ ഹാർഡ്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇവര് ഹാർഡാണ്. എല്ലാവരും ഹാർഡാണ്. ഫിസിക്കൽ നേച്ചർ എല്ലാവരെയും നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ പറയുക? ഹാർഡാണ്. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട് മക്കളെ. ഒരു എക്സെപ്ഷൻ ആരാണെന്ന് അറിയാം? ഈ ലാസ്റ്റ് വൺ. ഇതാരാണ്? ഇത് ഗ്രാഫൈറ്റ് എന്ന് ഞാനൊരു എക്സാമ്പിൾ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഗ്രാഫൈറ്റ് എന്നുള്ള എക്സാമ്പിൾ മാത്രം സോഫ്റ്റ് ആണ്. ഓർക്കാൻ എളുപ്പമാണ്. അവിടെ SiO2 എന്ന് പറഞ്ഞാൽ മണലാണ്. SiC സിലിക്കൺ കാർബൈഡ്. ഡയമണ്ട് ഒക്കെ നല്ല ഹാർഡാണല്ലോ. അലുമിനിയം AlN അലുമിനിയം നൈട്രൈഡ് ആണ് കേട്ടോ. AlN ആണ്, AlM അല്ല. ഇവരെല്ലാവരും ഹാർഡാണ്. അപ്പൊ ജനറലി കോവാലന്റ് സോളിഡുകളെ കുറിച്ച് നമ്മൾ ഹാർഡാണെന്നാണ് പറയുക. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതിൽപ്പെട്ട ഒരു എക്സാമ്പിൾ എക്സെപ്ഷൻ ആണ് ഗ്രാഫൈറ്റ് മാത്രം സോഫ്റ്റ് ആണ്. അപ്പൊ ഈ ഹാർഡ് എന്ന് എഴുതുക, അതിന്റെ നേരെ ഈ എക്സാമ്പിൾ എഴുതാനുള്ള സ്ഥലം കണ്ടിട്ട് താഴെ സോഫ്റ്റ് എന്ന് എഴുതുക. ആ സോഫ്റ്റിന്റെ നേരെ ഇനി ആര് വരും? ഗ്രാഫൈറ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പറയുന്നിടത്തും ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് എല്ലാ ആളുകളും ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷേ ഗ്രാഫൈറ്റ് മാത്രം കണ്ടക്ടറാണ്. ഗ്രാഫൈറ്റ് എന്നുള്ളത് കാർബണിന്റെ ഒരു വേർഷൻ ആണ്. കാർബണിന്റെ ഒരു അലോട്രോപ്പ് എന്നാണ് പറയുക. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാർബണിന്റെ അലോട്രോപ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ +1 പി ബ്ലോക്കിൽ പഠിച്ചതാണ്.
അപ്പോ ആ ഗ്രാഫൈറ്റ് ഇപ്പൊ നമ്മുടെ പെൻസിലിനുള്ളിലുള്ള ലെഡ് ഉണ്ടല്ലോ, പെൻസിലിന്റെ അകത്തുള്ള ലെഡ്, അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ പെൻസിലിന്റെ രണ്ടറ്റവും കൂർപ്പിച്ചിട്ട് അത് പ്ലഗിൽ കൊടുത്ത് അത് സ്വിച്ച് ഇട്ടിട്ട് പെൻസിലിന്റെ ഈ അറ്റത്ത് തൊട്ട് കഴിഞ്ഞാൽ അവസാനത്തെ തൊടലാണ് മരിച്ചു പോകും. കറണ്ട് അടിക്കും. കാര്യം എന്താ? ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ്. അപ്പൊ എക്സാമ്പിൾസ് എഴുതുമ്പോൾ ഇൻസുലേറ്ററും ഹാർഡുമായിട്ടുള്ള ആളുകളാണ് SiO2, SiC, ഡയമണ്ട്, AlN. സോഫ്റ്റും കണ്ടക്ടറുമായിട്ടുള്ള ആളാണ് ഗ്രാഫൈറ്റ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്നൊരു ടേബിൾ ഞാൻ ഇവിടെ അങ്ങനെ ഒഴിച്ചിട്ട് പോയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അതൊരു താളത്തിൽ അങ്ങോട്ട് പഠിക്കാനേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്, പിന്നെ അയോണിക്, മെറ്റാലിക്, കോവാലന്റ്, ഇങ്ങനെ 6 ആളുകളാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്, അതിനുശേഷം അയോണിക്, മെറ്റാലിക്, കോവാലന്റ്. ഈ 6 ഒരു താളത്തിൽ അങ്ങ് പഠിച്ചാൽ മതി. എന്താണെന്ന് അറിയാം? മെൽറ്റിംഗ് പോയിന്റ് ഇങ്ങനെയാണ് പറയാ. എന്താ അറിയാം? വെരി ലോ, ലോ ലോ. ഒരു പാട്ട് പോലെ ഇങ്ങോട്ട് പഠിക്കണം. വെരി ലോ, ലോ ലോ. പിന്നെന്താ അറിയാം? ഹൈ ആണ് അടുത്തത്, പിന്നെ ഫെയർലി ഹൈ, ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് എന്താണ്? വെരി ഹൈ. എവിടെ എത്തിപ്പോ? മെറ്റാലിക് എത്തി. കോവാലന്റിൽ വെരി ഹൈ. കോവാലന്റിൽ ഗ്രാഫൈറ്റിന് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. കോവാലന്റ് എല്ലാവരും വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവർ. അപ്പൊ ഒരു ഗ്രഡേഷൻ നമുക്ക് എന്ത് കാണാം? വെരി ലോയിൽ നിന്ന് വെരി ഹൈയിലേക്കുള്ള ഒരു പോക്കാണ്. അതെല്ലാവരും കൂടി ഒരുമിച്ച് പഠിക്കുമ്പോഴേ അതാണ് ശരിക്കും മനസ്സിലാവും. വെരി ലോ, ലോ ലോ, ഹൈ, വെരി ഫെയർലി ഹൈ ആൻഡ് വെരി ഹൈ. പഠിച്ചോ? 6 ആളുകൾ. അപ്പൊ മെൽറ്റിംഗ് പോയിന്റിന്റെ ടേബിളും നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ എന്നൊക്കെയുള്ള ഈ ചാപ്റ്ററിന്റെ ഹൃദയഭാഗങ്ങളാണ്. അപ്പൊ അതിന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അത് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ നമ്മൾ അതൊരു ഫ്രഷ് ടോപ്പിക് ആയിട്ട് അതൊരു 1.5 മണിക്കൂർ ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ രൂപത്തിൽ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് നാളെ തരുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.